ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ ആയുസ്സും ആരോഗ്യവും അവസരവും നൽകിയ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നിമിത്തം കുറേ ദിവസങ്ങളായി തേനിലും മധുരം എന്ന പ്രതിദിന ദൈവോധന സന്ദേശം കൃത്യമായി എത്തിക്കുവാൻ കഴിയാതെ പോയിരുന്നു. റെക്കോർഡ് ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആയിരുന്നതിനാൽ അതിന് സാധിച്ചില്ല. എന്നാൽ അനേകരുടെ പ്രാർത്ഥനയാലും ദൈവത്തിൻ്റെ മഹാകരുണയാലും വീണ്ടും ദൈവവചനം സംസാരിപ്പാൻ ദൈവം നൽകിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുക. തുടർന്നും എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായും ഞങ്ങൾക്കുണ്ടാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ വചനം. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല എന്നാണ് നമ്മൾ വായിച്ചത്. സാധാരണഗതിയിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ കാർമേഘം പോലെ ഉരുണ്ടുകൂടുമ്പോൾ ആരാണിതിൻ്റെ പുറകിലെ കാരണക്കാർ എന്ന അന്വേഷണം നാം ആരംഭിക്കുന്നു. കാരണക്കാരനെ കണ്ടുപിടിച്ചാൽ പിന്നെ കുറ്റപ്പെടുത്തലാണ് നമ്മുടെ അടുത്ത നടപടി എന്ന് പറയുന്നത്. ചിലപ്പോൾ സാഹചര്യങ്ങളാണ് നമ്മുടെ പ്രശ്നത്തിൻ്റെ കാരണക്കാർ എന്നായിരിക്കും നാം കണ്ടെത്തുക. മനുഷ്യരാണ്, ചില വ്യക്തികളാണ്, ചില ശത്രുക്കളാണ് എന്നെ ഇങ്ങനെയാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാകുവാൻ കാരണം എന്നായിരിക്കും മറ്റൊരു കണ്ടെത്തൽ. ചിലപ്പോൾ ദൈവത്തെ ആണ് പ്രതിക്കൂട്ടിൽ ആളുകൾ നിർത്താറുള്ളത്. എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരൻ ദൈവം ആകുന്നു. ദൈവം അറിഞ്ഞിട്ടല്ലേ, ദൈവം അനുവദിച്ചിട്ടല്ലേ, ദൈവമല്ല ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന ആരോപണം ദൈവത്തിൽ ഉന്നയിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നാം വായിച്ച തിരുവെഴുത്തിൽ ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. മനുഷ്യജീവിതം എന്ന് പറയുന്നത് എപ്പോഴും പൂക്കൾ വിരിച്ച പാതയിലൂടെ നടന്ന് പോകുന്ന അനുഭവമല്ല. ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതം വളരെ ശാന്തമായിരിക്കും. എന്നാൽ പല ദിവസങ്ങളും കറുത്ത കാർമേഘങ്ങൾ നമ്മുടെ സന്തോഷത്തിൻ്റെ വെളിച്ചത്തെ മറയ്ക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. സന്തോഷം വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് നല്ലത് പറയുവാൻ ഒക്കെ എല്ലാവർക്കും കഴിയും. എന്നാൽ നഷ്ടങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൽ ഒരു കുറ്റവും ആരോപിക്കാതെ ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ദൈവഭക്തിയുടെ അളവുകോൽ എന്ന് പറയുന്നത്. ബൈബിളിൽ ഇങ്ങനെയൊരു വിശ്വാസത്തിൻ്റെ മാതൃകയായി നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായി ദൈവം നിലനിർത്തിയ വ്യക്തിയാണ് ഇയ്യോബ്. പുതിയ നിയമത്തിൽ യാക്കോബ് അപ്പോസ്തലനും ഇയ്യോബിൻ്റെ സഹിഷ്ണുതയെക്കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ സഹിഷ്ണുതയും ദൈവം ഇയ്യോബിന് വരുത്തിയ അവസാനവും നിങ്ങൾ അറിയണം എന്ന് അദ്ദേഹം ഓർപ്പിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവിതം നടുക്കുന്ന ഒരുപാട് അനുഭവങ്ങളുടെ ജീവിതമാണ്. സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ആരോഗ്യം ഇല്ലാതെ പോയി, സുഹൃത്തുക്കൾ കുറ്റപ്പെടുത്തി, ഭാര്യ പോലും നിരാശയുടെ വാക്കുകൾ പറഞ്ഞു. എന്നിട്ടും വചനം ഇങ്ങനെ പറയുന്നു, ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്തില്ല. ലോക ചരിത്രത്തിലെ തന്നെ, മനുഷ്യ ചരിത്രത്തിലെ തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ധീരമായ, ഉജ്ജ്വലമായ ഒരു പ്രഖ്യാപനമാണ് ഇയ്യോബിൻ്റെ പ്രഖ്യാപനം. നമ്മുടെ വിശ്വാസം പലപ്പോഴും നിലകൊള്ളുന്നത് അനുഗ്രഹങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുമ്പോൾ, കാര്യങ്ങളെല്ലാം നന്നായി നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വളരെ ശക്തമാണ്. കാര്യങ്ങൾ അനുകൂലമായി നടക്കുമ്പോൾ ദൈവസ്തുതി നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ ജീവിതം തകർന്നു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് പലരും കുറ്റം മുഴുവൻ ദൈവത്തിൽ ആരോപിക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു, നാട് വിട്ടു, വീട് വിട്ടു,
നാമധേയ കൂട്ടങ്ങൾ വിട്ടു, പാരമ്പര്യങ്ങൾ വിട്ടു, ആഭരണങ്ങൾ വർജിച്ചു. അങ്ങനെ കണക്കുകൾ പറഞ്ഞിട്ട് അവർ ദൈവത്തോട് ചോദിക്കുന്നു, എന്നിട്ടും ദൈവമേ, നീ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറി? ഇയ്യോബിൻ്റെ വിശ്വാസം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അദ്ദേഹം ദൈവത്തെ സ്നേഹിച്ചത് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ടായിരുന്നില്ല, ദൈവമായതുകൊണ്ടാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ പോലും അദ്ദേഹം ദൈവത്തെ വിട്ടുമാറുന്നില്ല. കാരണം ഇയ്യോബിൻ്റെ വിശ്വാസം കെട്ടിപ്പണതത് സാഹചര്യങ്ങളുടെ കല്ലുകൾ കൊണ്ടല്ല, അത് മനുഷ്യനിൽ ഉള്ള ആശ്രയം കൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ ആയിരുന്നു ഇയ്യോബ് വാസ്തവത്തിൽ തൻ്റെ ജീവിതം കെട്ടിപ്പണത്. യഥാർത്ഥ വിശ്വാസമെന്ന് പറയുന്നത് അതായിരിക്കട്ടെ. ഇയ്യോബിൻ്റെ ജീവിതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മുടെ ഹൃദയം ചിലപ്പോൾ തകർന്നു പോകാം, അത് നമ്മുടെ ദൗർബല്യമായിട്ട് നാം കാണാതെ ഇയ്യോബിനെ പോലെ കരഞ്ഞ് വേദനിച്ചിട്ടുണ്ടാകാം, ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷേ ദൈവത്തെ ഉപേക്ഷിക്കാതെ, ദൈവത്തെ കുറ്റപ്പെടുത്താതെ നാം ജീവിക്കണം. ഇന്നത്തെ ചെറിയ പ്രശ്നങ്ങൾ പോലും മനുഷ്യനെ തകർക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗങ്ങൾ, ബന്ധങ്ങളുടെ അകൽച്ചകൾ, ഒറ്റപ്പെടൽ, ഇതെല്ലാം ജീവിതത്തിൻ്റെ മുമ്പിൽ ഇരുട്ട് വിതറുമ്പോൾ നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്താതെ, പാപം ചെയ്യാതെ ദൈവത്തെ ദൈവമായി കണ്ട് മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. കർത്താവേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസം തെളിയിപ്പാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് തരുമ്പോൾ തെളിയിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള